ഇതെൻ്റെ ഒരു മാവാണ്. ചപ്പുകുടിയൻ മാവെന്ന് പറയും. ഇതിൽ ഭയങ്കര ഇൻഫെക്ഷനാണ്. ഇങ്ങനെ ഇല ഇതേപോലെ ഉണക്കിയിട്ട് ഈ ഇല ഉണക്കത്തിൻ്റെ ഒപ്പം തന്നെ ആ കൊമ്പും ഉണങ്ങിപ്പോവാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. മാജിക് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പിന്നെ പെസ്റ്റിസൈഡും അത് കൂടാതെ നീം ഓയിലും ഒരു ഹോമിയോ കീടനാശിനിയും കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ റിസൾട്ട് എനിക്ക് കുഴപ്പമില്ലാന്നാണ് തോന്നിയത്. ബിക്കോസ് ഇതിൽ ഈ ഇല വന്നിങ്ങനെ അരിച്ചെങ്കിലും കൊമ്പ് ഉണങ്ങിപ്പോയിട്ടില്ല. ഇതാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്ത പെസ്റ്റിസൈഡ്. മാജിക് എന്നാണ്. ഇതൊരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് കോമ്പൗണ്ടാണെന്നാണ് പറഞ്ഞത്. ഗാർഡനിൽ നിന്ന് തന്നാണ്. ഇത് അബ്സോർബ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർ പറയുന്നത്. രണ്ടാമത് ഞാൻ യൂസ് ചെയ്തത് ഈ ഹോമിയോ മരുന്നും. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നവർ കൊണ്ടുവന്ന് തന്നതാണ്. ഒലീവ് സൂപ്പറിൻ്റെ ആണ്. ഈ കീടനാശിനിയാണിത്. ഇതിൽ കുറച്ച് ഗുളികകൾ പോലെയാണ്. അത് വെള്ളത്തിൽ അലിയിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇച്ചിരി നീം ഓയിലും കൂടി ചേർത്തിട്ടാണ് എപ്പോഴും ഞാൻ അടിച്ചു കൊടുക്കാറ്. അത് മാത്രം ഹോമിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഫാക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി നീം ഓയിലും കൂടി ചേർത്തിട്ടാണ് ഇതുവരെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഒറ്റയ്ക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇനി അതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യം ഞാൻ എൻ്റെ എല്ലാ മാവിലും ഈ കോമ്പിനേഷനും അതുകൂടാതെ മാജിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. 15 ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഇത് കാണുന്നില്ലെങ്കിൽ ഈ അരിപ്പ് പോലെ ഇരിക്കുന്നത് ഇനി എനിക്ക് തോന്നുന്നത് അത് ഞാൻ കഴുകി കളയേണ്ടി വരും. ഇതാണ് അതിൻ്റെ ആ മരുന്നിൻ്റെ ഒരു ഫോം. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. കണ്ടോ, ഗുളിക പോലെ ഇരിക്കും. ഇത് വെള്ളത്തിൽ അലിയിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയെന്നാണ്. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിപ്പോയില്ല. ഈ കൊമ്പുകളൊന്നും ഉണങ്ങിപ്പോയില്ലായിരുന്നു. അപ്പോൾ അത് കൂടാതെ ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഇത് രണ്ടും മാറ്റി മാറ്റിയാണ് യൂസ് ചെയ്തിരുന്നത്. മാജിക്കും ഈ ഹോമിയോ കീടനാശിനിയും മാറി മാറി ഉപയോഗിച്ചു. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടാണോ എന്തിൻ്റെ റിസൾട്ടാണെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നി. പക്ഷെ ഇതിലിപ്പോഴും ആ റിമെയിൻസ് ഉണ്ട്. ആ കീടങ്ങൾ വന്ന് കാഷ്ടിച്ചു പോയതിൻ്റെ എന്തോ അവരുടെ റിമെയിൻസ് അതിൽ കാണുന്നുണ്ട്. അത് ഇനി ഒന്ന് കഴുകി നോക്കേണ്ടി വരും. അതിൻ്റെ എന്നാലേ ഇത് വൃത്തിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇലകളൊക്കെ ഇനി പോയി പുതിയത് വരേണ്ടി വരും. ഈ പ്രാവശ്യം എന്തായാലും പൂവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സാധനം. ഇതിനി കഴുകി ഓസ് വെച്ചിട്ട് മുകളിൽ നിന്ന് കഴുകി കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് പോകുമെന്ന് തോന്നുന്നില്ല. ഇതല്ലാതെ ഞാൻ വേറൊരു മാവിൽ ഇതേ കോമ്പിനേഷൻസ് യൂസ് ചെയ്തതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഈ തളിരില വരുമ്പോൾ തന്നെ മുറിച്ചിടുമായിരുന്നു. അതിന് നല്ല ശമനമുണ്ട്. ശമനം എന്നല്ല, അതിപ്പോൾ തീരെയില്ല. നമുക്ക് അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും നമുക്ക് നല്ല ഇലകൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഇല എല്ലാം കൺവേർട്ടഡായി എൽഡർ ഇലകളായി മാറുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം പൊഴിഞ്ഞ് താഴെ കിടന്ന് അത് പിന്നെ നമുക്കത് കത്തിച്ച് കളയലും ഒക്കെയായിരുന്നു ബുദ്ധിമുട്ട്. ഈ മരുന്നും അടിച്ച് വൈകുന്നേരം ഞാൻ ഈ മരുന്നും അടിക്കും, കോമ്പിനേഷൻസ് അടിക്കും. അതുകൂടാതെ നല്ലോണം പുകച്ചും കൊടുത്തതിൻ്റെ ബാക്കി റിസൾട്ടാണ് ഈ കാണുന്നത്. നല്ലോണം പൂവിട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. എല്ലാ ഭാഗത്തും പൂവിട്ടിട്ടുണ്ട്. ഈ സൈഡിലും എല്ലാ സൈഡിലും പൂവിട്ടിട്ടുണ്ട്. ആ പൂക്കൾ ഇനി മാങ്ങ ആവുന്ന അനുസരിച്ച് ഞാൻ അതിൻ്റെ ഫുൾ റിസൾട്ട് പറയാം. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു പൂവ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇനി സ്യൂഡോമോണാസ് കലക്കി അടിച്ചു കൊടുക്കണമെന്ന്. ഈ വീക്കെൻഡിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും ഇതിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ കായായി കാണുന്നുണ്ട്. റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പുകയിട്ട് കൊടുക്കുമായിരുന്നു. പുകയിട്ട് കഴിയുമ്പോൾ ഞാനത് മടൽ വെച്ച് കത്തിച്ചിട്ടാണ് പുകയിട്ട് കൊടുക്കാറ്. ആ ചാരം കൊണ്ടേ ഇതിൻ്റെ ചോട്ടിൽ ഇടുമായിരുന്നു. അതുകൊണ്ടാണോ നൈട്രജൻ വളം കൂടിയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, മുകളിൽ നല്ലോണം ലീഫ് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഈ മാവ് നല്ലോണം നന്നായിട്ടുണ്ട്.
പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ലോണം മാങ്ങയായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം 100% റിസൾട്ട് ആണോ എന്ന്. ഇതൊരു നാംഡോക് മായയാണ്. ഇത് ഒരു 2 വർഷം 3 വർഷം ആയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും കായും ഉണ്ടായിട്ടില്ല. ഇതിന് സ്റ്റണ്ട് ഗ്രോത്ത് ആയിരുന്നു. ഇതിൽ വളരുന്നതേ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ചട്ടിയിലാണ് ഇരുന്നിരുന്നത്. അത് ഇച്ചിരി വലുതായപ്പോഴത്തേക്കും ഞാനത് വലിയ ഡ്രമ്മിൽ കൊണ്ട് വെച്ചു. അതുകൊണ്ടാണോ അത് സ്റ്റണ്ടായി പോയതെന്നറിയില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ ആ മരുന്നൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് മറ്റേ ഇല വെട്ടിയിടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇല ഇപ്പൊ വെട്ടിയിടലില്ല. പക്ഷെ ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും ആ ഇലകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആകെ ഫുള്ളായിട്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റിയത് ആ പൂത്ത് നിൽക്കുന്ന മാവ് മാത്രമാണ്.